വൃന്ദാവനത്തിന്റെ ദിവ്യോദ്ഭവം. വൃന്ദാവനം ഒരു സാധാരണ സ്ഥലമല്ല. അത് ഈ ഭൂമിയിലെ മറ്റു പ്രദേശങ്ങൾ പോലെ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതുമല്ല. സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ബ്രഹ്മാവാണെങ്കിലും വൃന്ദാവനം അദ്ദേഹത്തിന്റെ സൃഷ്ടിക്കതീതമാണ്. ഈ ദിവ്യഭൂമിക്ക് രൂപം നൽകിയത് സാക്ഷാൽ ശ്രീ കിശോരിജി, അതായത് നമ്മുടെ ശ്രീ രാധാറാണിയാണ്. ഒരു കണക്കിൽ പറഞ്ഞാൽ ശ്രീ കിശോരിജിയുടെ ഇച്ഛാശക്തിയാലാണ് വൃന്ദാവനം ഈ ലോകത്ത് അവതരിച്ചത്. ഒരു ഘട്ടത്തിൽ ഠാക്കൂർജി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട രാധാറാണിയെ ഈ വിവരം അറിയിച്ചു. ഞാൻ ഭൂമിയിലേക്ക് അവതാരമെടുക്കാൻ പോകുന്നു, കൃഷ്ണൻ രാധയോട് പറഞ്ഞു. രാധാറാണി സമ്മതിച്ചില്ല. ഞാൻ വരില്ല. അവിടുന്ന് തീർത്തു പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ വരാത്തത്? നീയില്ലെങ്കിൽ എന്റെ ലീലകൾ പൂർണ്ണമാകില്ലല്ലോ, കൃഷ്ണൻ ചോദിച്ചു. അപ്പോൾ രാധാറാണി തന്റെ നിബന്ധനയെ അറിയിച്ചു. ഗോവർദ്ധന പർവ്വതമില്ലാത്ത, യമുനാ നദി ഒഴുകാത്ത, എന്റെ വൃന്ദാവനമില്ലാത്ത ഒരിടത്ത് എന്റെ മനസ്സിന് സന്തോഷം ലഭിക്കില്ല. അങ്ങനെയൊരിടത്തേക്ക് ഞാൻ വരില്ല. അതായത് ആ സമയത്ത് ഈ ദിവ്യമായ ഘടകങ്ങളൊന്നും ഭൂമിയിലുണ്ടായിരുന്നില്ല. രാധാറാണിയെ പിരിയാൻ കഴിയാത്ത ഠാക്കൂർജി അവിടുത്തെ ഭൂമിയിലേക്കുള്ള വരവിന് രാധയുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി. രാധയെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുവരാനായി കൃഷ്ണൻ ഒരത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് തന്റെ ഇച്ഛാശക്തിയാൽ ദിവ്യലോകത്തിലെ വൃന്ദാവനത്തെ അതിന്റെ പൂർണ്ണ ചൈതന്യത്തോടുകൂടി ഭൂമിയിലേക്ക് ആവാഹിച്ചു. അങ്ങനെ വൃന്ദാവനം വന്നു, യമുനാ നദി വന്നു, ഗോവർദ്ധന പർവ്വതവും വന്നു. ഇതെല്ലാം സംഭവിച്ചത് ശ്രീ രാധാറാണി തന്റെ ഇഷ്ടപ്രകാരം ഭൂമിയിലേക്ക് വരാൻ സമ്മതിക്കുന്നതിനു വേണ്ടിയായിരുന്നു. ഇപ്പോൾ എന്റെ വൃന്ദാവനം എത്തിച്ചേർന്നു. ഞാനിപ്പോൾ അങ്ങയോടൊപ്പം വരാം. രാധാറാണി സമ്മതം മൂളി. അങ്ങനെ ദിവ്യമായ വൃന്ദാവനത്തിൽ രാധാദേവിയും കൃഷ്ണനും ഒരുമിച്ച് അവതരിക്കുകയും തങ്ങളുടെ നിത്യലീലകൾ ആരംഭിക്കുകയും ചെയ്തു. അതിനാലാണ് വൃന്ദാവനം ഇന്നും പരമമായ ദിവ്യത്വം പേറുന്ന പുണ്യഭൂമിയായി നിലകൊള്ളുന്നത്.